ചേമ്പും പച്ചമാങ്ങയും കൊണ്ട് ഒരു കറി ചെയ്യാം. ഇപ്പം നോമ്പൊക്കെ എടുക്കുന്നവർക്കാണെങ്കിൽ, ഇപ്പം നോമ്പ് കാലമാണല്ലോ, നോമ്പൊക്കെ എടുക്കുന്നവർക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു വെജിറ്റേറിയൻ കറിയാണിത്. ഇതിനായിട്ട് ഞാൻ ആദ്യം ഒരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ചേമ്പൊന്ന് വേവിച്ചെടുക്കണം. അപ്പം ഞാൻ ഈ സൈസിലാണ് ചേമ്പ് മുറിച്ചെടുത്തേക്കുന്നത്, ഇതുപോലെ. അപ്പോൾ കുറച്ച് വലിപ്പത്തിൽ ചേമ്പ് നമുക്ക് വേവിക്കണം, ഇല്ലെങ്കിൽ ആ ചേമ്പ് ഉടഞ്ഞു പോകും പെട്ടെന്ന്. ചേമ്പ് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ കുക്കറിലൊന്ന് വേവിച്ചെടുത്താൽ പെട്ടെന്ന് നമുക്കിങ്ങനെ വേവിച്ചെടുക്കാം. അപ്പം ഞാൻ ഈ ചേമ്പ് ഈ കുക്കറിലേക്ക് മാറ്റുവാണ്. ഒരു 16 കഷ്ണം ചേമ്പ്, ഇതുപോലത്തെ സൈസ് 16 കഷ്ണം ചേമ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം അത് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നമുക്ക് വേവിക്കാം. വെള്ളം നമ്മൾ ഊറ്റിക്കളയും, അതുകൊണ്ട് കുറച്ചധികം വെള്ളം ചേർത്താലും കുഴപ്പമില്ല. അപ്പം ഞാൻ ചേമ്പിൻ്റെ മുകൾ ഭാഗം വരെ നിൽക്കത്തക്ക വിധം വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്ത ശേഷം നമുക്ക് ഈ ചേമ്പ് വേവിക്കാൻ വയ്ക്കാം. ചേമ്പ് വേവിക്കാൻ വയ്ക്കുമ്പോൾ ചേമ്പ് വേകുന്ന സമയം കൊണ്ട് നമുക്കിതിനൊരു അരപ്പ് തയ്യാറാക്കണം. അപ്പം നമുക്ക് ഇത് വേകാൻ വെച്ച ശേഷം അരപ്പ് തയ്യാറാക്കാം. ഇപ്പോൾ ചേമ്പ് വേകാനായിട്ട് കുക്കറിലാണ് നിങ്ങൾ വയ്ക്കുന്നതെങ്കിൽ ഒരു വിസിൽ മതിയാവും ചേമ്പ് വേകാനായിട്ട്. ഒന്നിൽ കൂടുതൽ വിസിൽ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഇത് ചേമ്പ് പെട്ടെന്ന് അങ്ങ് ഉടഞ്ഞു പോകും. അതുകൊണ്ട് നമുക്ക് ഒരു വിസിലിട്ട് ഈ ചേമ്പൊന്ന് വേവിച്ചെടുക്കാം. കുക്കറിൽ നിന്ന് എടുത്ത ശേഷം നമ്മൾ അരപ്പിലും ഒന്ന് വേവിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ചേമ്പ് വേവിച്ചെടുക്കാം. ഇപ്പോൾ ചേമ്പ് വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ബൗളെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതുപോലെ 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കണം. 3 അല്ലി വെളുത്തുള്ളി, അതുപോലെ ഒരു 2 പച്ചമുളക്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ടീസ്പൂൺ ജീരകം. ഇത് നല്ല ജീരകമാണ്. ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം കൂടെ ചേർത്ത് കൊടുക്കണം. ഇപ്പം മുളകൊക്കെ നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ചേർക്കാം. ഇപ്പോൾ എരിവ് കുറച്ച് ഇഷ്ടമുള്ളവർക്ക് മുളക് കൂടുതൽ ചേർക്കാവുന്നതാണ്. കാരണം ഈ ഒരു മുളകിൻ്റെ എരിവ് മാത്രമേ ആ കറിക്ക് നമുക്ക് കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ പച്ചമുളകിന് പകരം കാന്താരി മുളക് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇത് ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നല്ല മഷി പോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഒന്ന് അരച്ചെടുക്കാം. അരപ്പ് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി ചെയ്യാനായിട്ട് തുടങ്ങാം. ഈ അരപ്പ് ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് കുറച്ച് പച്ചമാങ്ങ വേവിക്കണം. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് അതിലേക്ക് പോവാം. ഇനി നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനൊരു മൺചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പം ഇതൊരു നാടൻ കറി ആയതുകൊണ്ട് മൺചട്ടിയിൽ ചെയ്യുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് വരിക. അതുകൊണ്ടാണ് ഞാൻ മൺചട്ടിയിൽ ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് വേറെ പാത്രത്തിൽ വേണമെങ്കിലും ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ മാങ്ങ അരിഞ്ഞത്, ഒരു പച്ചമാങ്ങയാണ്. ഇത് അധികം പുളിപ്പില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഒരു വലിയ മാങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ പുളിക്ക് അനുസരിച്ച് നിങ്ങൾ മാങ്ങ എടുക്കുക. ഈ മാങ്ങ ഞാൻ ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ അതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഈ മാങ്ങ ഇനിയൊന്ന് വേവിച്ചെടുക്കണം. മാങ്ങ പെട്ടെന്ന് വേഗം നമുക്കൊന്ന് അടച്ചു വെച്ച് ഈ മാങ്ങ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് അടച്ചു വെച്ച് നമുക്ക് ഒന്ന് വേവിക്കാം. നമുക്ക് ഇനി നമുക്ക് ചട്ടിയൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ മാങ്ങയൊക്കെ നന്നായി തിളച്ചിട്ടുണ്ട്. അപ്പോൾ മാങ്ങയൊക്കെ വെന്തിട്ടുണ്ട്. അപ്പം നമുക്ക് സ്പൂൺ വെച്ച് ഇങ്ങനെ ഉടച്ച് നോക്കുമ്പോൾ തന്നെ അത് അറിയാം, നന്നായിട്ട് ഉടയും. അപ്പോൾ മാങ്ങ വെന്തോന്നാണ്. ഇനി നമുക്ക് വേവിച്ച് വെച്ചേക്കുന്ന ചേമ്പ് കൂടെ ഇതിനകത്ത് ചേർക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് മാങ്ങയും ചേമ്പും ഒരുമിച്ചിട്ട് വേണമെങ്കിലും വേവിക്കാം. ചിലപ്പോൾ മാങ്ങ കുറച്ച് വേവ് കൂടുതൽ ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഇത് സെപ്പറേറ്റ് രണ്ടും വേവിച്ചത്. ഇനി നമുക്ക് ഞാൻ വേവിച്ച് വെച്ചിരുന്ന ചേമ്പ് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുവാണ്. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മൾ ചേമ്പ് വേവിച്ചത് ഉപ്പിട്ടാണ്, അപ്പോൾ അതനുസരിച്ച് വേണം ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. പക്ഷേ മാങ്ങ വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്തില്ല, അപ്പോൾ കുറച്ചുകൂടെ ഉപ്പ് ആവശ്യമായിട്ട് വരും. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വച്ചേക്കുന്ന
അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ അരപ്പും ഈ കഷ്ണങ്ങളെല്ലാം ഒന്നുകൂടെ ഒന്ന് വേകാനായിട്ട് നമുക്ക് ഒന്ന് അടച്ചു വയ്ക്കാം. ഇതൊന്ന് തിളയ്ക്കുന്നവരെ നമുക്ക് ഒന്ന് അടച്ചു വെച്ച് തന്നെ വേവിക്കാം. ഇനി കുറച്ച് ഗ്രേവി അധികം ഇരിക്കുന്നത് നല്ലതാണ്. കാരണം ഈ ചേമ്പ് പെട്ടെന്ന് ഇത് വെന്ത് വരുമ്പോൾ ഈ കറി നന്നായിട്ട് കുറുകും. അപ്പോൾ ഇത് നമുക്കൊരു ഗ്രേവി ആയിട്ട് എടുക്കേണ്ട കറി ആയതുകൊണ്ട് കുറച്ച് വെള്ളം അധികം ഇരിക്കുന്നത് നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ ഈ കറി തണുത്ത് കഴിഞ്ഞാലും കട്ടിയാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം അധികം വെച്ച് തന്നെ വേവിക്കാം. കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കണം. നമുക്ക് ചട്ടി ഒന്ന് തുറന്ന് നോക്കാം. അപ്പം നമ്മുടെ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പം ചെറുതായിട്ട് കുറുകിയും വന്നിട്ടുണ്ട്. ഇത് മതി. ഇനി ഇത് കൂടുതൽ നമ്മൾ തിളപ്പിച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഇത് കട്ടിയായി പോവും. അതുകൊണ്ട് നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം. ഇപ്പം തന്നെ നല്ല കുറുകി വന്നിട്ടുണ്ട്. തീ ഓഫ് ചെയ്ത ശേഷം ഇനി നമുക്ക് കുറച്ച് കടുക് താളിച്ചതിൽ ഒഴിക്കണം. അതങ്ങ് അടച്ചു വയ്ക്കുക, ഇല്ലെങ്കിൽ അതിൻ്റെ ബബിൾസ് എല്ലാം പൊട്ടിത്തെറിച്ച് വെളിയിലേക്ക് വരും. ഇപ്പോൾ കടുക് വറുക്കാനായിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ആ പാൻ ഒന്ന് ചൂടാവണം. ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ കടുക് വറുക്കണം. കാരണം ഇതൊരു നാടൻ കറിയാണ്. അപ്പോൾ ആ ഒരു ടേസ്റ്റ് വരണമെങ്കിൽ വെളിച്ചെണ്ണയിൽ തന്നെ നമ്മൾ കടുക് വറുക്കണം. അപ്പോൾ പാൻ ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവണം ഇനി. ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതുപോലെ 2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില. ഈ ഉള്ളി ഇനി നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ ആവണം. അതുവരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇതിനിപ്പോൾ നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിനി നമുക്കങ്ങ് അടച്ചു വയ്ക്കാം. ഒരു 2 മിനിറ്റ് അടച്ചു വെച്ച ശേഷം നമുക്കത് യോജിപ്പിക്കാം. ഇപ്പോൾ ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കറി ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ കടുവറുത്തേക്ക് നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു നാടൻ ചേമ്പ് പച്ചമാങ്ങ കറിയാണിത്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരെ താങ്ക് യു.